നിലമ്പൂർ യത്തീംഖാന പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനുവരി 25-ന് വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെയും കുടുംബങ്ങളുടെയും വിദ്യാഭ്യാസ സാമൂഹിക ഉന്നമനം ലക്ഷ്യമിട്ട് ശക്തമായൊരു പിന്തുണാ വേദിയൊരുക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 69 ഡിസംബറിലാണ് നാലകത്ത് ബീരാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ 11 കുട്ടികളുമായിട്ടാണ് നിലമ്പൂർ യത്തീംഖാന ആരംഭിച്ചത്. നീണ്ട 55 വർഷം ഈ പ്രദേശത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് അവരെ പഠനവും മറ്റു മേഖലകളിലും വളരെ ഭംഗിയായി ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുവന്നു. പിൽക്കാലത്ത് ഈ യത്തീംഖാനയിൽ കുട്ടികളെ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ, ഇതിൻ്റെ നടത്തിപ്പിലുള്ള പ്രയാസങ്ങൾ വന്നപ്പോൾ നമ്മളെ നിലമ്പൂർക്കാരനും നിലമ്പൂർ MP-യുമായ PV അബ്ദുൽ വഹാബാണ് ഈ സ്ഥാപനം ഏറ്റെടുത്തത്. ഇന്ന് യത്തീംഖാനയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമാണ്. ഒരുപാട് അക്കാഡമിക് കോഴ്സുകളും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കോളേജുമാണ് അമൽ കോളേജ്. ഇന്ന് കുട്ടികൾ അവിടെ സ്റ്റേ ചെയ്ത് പഠിക്കുന്നില്ല. 41 കുടുംബങ്ങളിലായി 81 കുട്ടികൾ അവിടെ ഹോം കെയർ യൂണിറ്റിൻ്റെ കീഴിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്ന ഒരു സംഭവത്തിൻ്റെ തുടക്കമായിട്ടാണ് ഞങ്ങൾ ഈ അലുമിനി അസോസിയേഷൻ നിലമ്പൂർ യത്തീംഖാന അതിൻ്റെ ഒരു സമ്മേളനമാണ് നടക്കുന്നത്. ആ സമ്മേളനത്തിലേക്ക് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആൾക്കാരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ബഷീർ കാട്ടുമുണ്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ പ്രസിഡന്റ് ഷിഹാബ് കൈപ്പിനി അധ്യക്ഷത വഹിക്കും. നാലകത്ത് ഹൈദരലി, നാലകത്ത് ബീരാൻകുട്ടി, യത്തീംഖാന സെക്രട്ടറി ഉസ്മാൻ അലി, ഡോക്ടർ ഷിഹാബുദ്ദീൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. പൊതുരംഗത്ത് മികച്ച സേവനം കാഴ്ചവെക്കുന്ന വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് മാമാങ്കര, അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫീറ സലാം, ആരോഗ്യരംഗത്തെ മികവിന് ഡോക്ടർ തസ്ലീന, ഡോക്ടർ ഫസ്ലീന എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. 3000-ഓളം പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും ഒത്തുചേരുന്ന ഈ സംഗമത്തിൽ വിവിധ സെഷനുകളും അനുഭവം പങ്കുവെക്കലും നടക്കും. പക്ഷേങ്കിൽ അവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ പലജാതി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ അവസ്ഥയിൽ എന്താണ് ഒരു കിഡ്നി സംബന്ധമായ ഒരു രോഗം വരികയും അതിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചിന്ത വരികയും അങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം നൽകുകയുണ്ടായി. ആ സംഘടനയുടെ പേരാണ് നിലമ്പൂർ യത്തീംഖാന അലുമിനി അസോസിയേഷൻ. ഇന്നത് രജിസ്ട്രേഷൻ ചെയ്തിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഇതിൻ്റെ ഞങ്ങൾ ഓരോ പ്രോഗ്രാമുകൾ മുമ്പ് ഞങ്ങളൊരു വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ സംഗമത്തിൽ നമ്മൾ ഒരുപാട് 500-600 ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു സംഗമമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഈ വരുന്ന 25-ാം തീയതി ഞായറാഴ്ച മണ്ണുപ്പാടത്തിലെ മഹാഗണി ഹട്ടിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളിൽ നിന്ന് വ്യത്യസ്ത നിലകളിൽ ഉയർന്ന നിലവാരത്തിലുള്ള ആളുകളുണ്ട്, കുറേ താഴെ ഘടകങ്ങളിലെ ആളുകളുമുണ്ട്. അപ്പോൾ ആ ആളുകളെ ഇങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരിലുള്ള പ്രയാസങ്ങൾ നമുക്ക് എങ്ങനെ നേരിടാം, അതിനു വേണ്ടിയിട്ട് തികച്ചും യത്തീംഖാന മേഖലകളിൽ വളർന്നു വന്ന കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ സംഘടന ഞങ്ങൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകളെ വീട് നിർമ്മാണം, വിവാഹം, അതുപോലെ തന്നെ അവിടെ അസുഖ സംബന്ധമായ, എന്നാൽ ഇതിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ ഡോക്ടർമാരുണ്ട്, പോലീസുകാരുണ്ട്, പല ആളുകൾ അവരൊക്കെ സഹായങ്ങൾ ഞങ്ങളുടെ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഷിഹാബ് കൈപ്പിനി, വാളപ്ര ഷൗക്കത്ത് മാസ്റ്റർ, അബ്ദുൾ റഷീദ് മമ്പാട്, ഇബ്നു സാദിഖ്, അബ്ദുൽ ഗഫൂർ മാസ്റ്റർ കാരക്കുന്ന്, ഷാജഹാൻ എരഞ്ഞിമങ്ങാട്, കുഞ്ഞി മുഹമ്മദ് കരുളായി എന്നിവർ പങ്കെടുത്തു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.